ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ ടാബ്ലറ്റ് ആണ്, റെഡ്മി പാഡ് 2. അപ്പോൾ റെഡ്മി പാഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷം എന്തോ ഇറങ്ങിയ ഡിവൈസ് ആണ്. എന്നാൽ ഇപ്പോൾ ഈ ഇറങ്ങുന്ന ടാബ്ലറ്റ് കുറേയും കൂടെ അപ്ഗ്രേഡഡ് ആണ്, ബെറ്റർ ഹാർഡ്വെയർ ആണ്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് വൈഫൈ പ്ലസ് സെല്ലുലാർ ഓപ്ഷനും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് വൈഫൈ ഓൺലി ഓപ്ഷനും ഉണ്ട്. അപ്പോൾ റെഡ്മി പാഡ് 2ന്റെ ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റിന്റെ വില നമുക്കറിയില്ലെങ്കിലും അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റിലാണ്. അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റിലെ ടാബ്ലറ്റിന്റെ ഒരു പ്രോബ്ലം ജനറലി നമുക്ക് കാണാറുണ്ട് വെച്ചാൽ അതിന് ആക്സസറീസ് ഒന്നും അധികം വരാറില്ല. എന്നാൽ ഇത്തവണ റെഡ്മി അതിന് ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ് കൊടുത്തിരിക്കുന്നത്. കാരണം റെഡ്മി സ്മാർട്ട് പെൻ ഇതിനകത്ത് വരുന്നല്ല, ഇതിനൊരു ആക്സസറി ആയിട്ട് അവൈലബിൾ ആണ്. റെഡ്മി സ്മാർട്ട് പെൻ അത് റെഡ്മി പാഡ് 2ന് കോമ്പാറ്റബിൾ ആണ്. അതിനൊപ്പം തന്നെ റെഡ്മി പാഡ് 2 കവറും ഒരു ആക്സസറി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ബോക്സിനകത്ത് വരുന്നതല്ല, ഒബ്വിയസ്ലി ഇത് സെപ്പറേറ്റ് ആക്സസറി ആണ്. എന്നാലും ബഡ്ജറ്റ് ടാബ്ലറ്റിന് ഈ ഒക്കെ ആക്സസറീസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്, ഇൻഫാക്ട് അൺബോക്സിങ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് ആകെ ചാർജറും കേബിളും മാത്രമേ ഉള്ളൂ. നമ്മൾ റെഡ്മി പാഡ് 2ന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെഡ്മി പാഡ് 2 നമ്മുടെ കയ്യിലുള്ളത് വൈഫൈ പ്ലസ് സെല്ലുലാർ വേർഷനാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ റെഡ്മിന്റെ ഹൈപ്പർ OS ആണ്. ഇതൊരു 11-inch ഡിസ്പ്ലേ ആണ്, 2.5K റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നല്ല ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് 4G സിം കാർഡ് ഇടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റർനെറ്റിന് ആക്സസ് ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ പവർ ചെയ്തിരിക്കുന്നത് മീഡിയടെക്കിന്റെ ഹീലിയോ G100 അൾട്രാ ചിപ്പാണ്. എഗെയിൻ അതൊരു 4G ചിപ്പാണ്. പിന്നെ 9000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്വിക്ക് ഹാർഡ്വെയർ. അപ്പോൾ നമുക്ക് വിശദമായി ആദ്യം ഒന്ന് തുറന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒബ്വിയസ്ലി ടാബ്ലറ്റ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് വരുന്നത് എന്താണെന്നും കൂടി നോക്കാം. അതുകൂടാണ്ട് നമുക്കൊരു ചാർജിങ് കേബിളും മാനുവലും മാത്രമേ ഉള്ളൂ. സിം ഇജക്ടർ പിൻ ഉണ്ട്. പിന്നെ ചാർജറിന്റെ വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ 15 watt ചാർജിങ് ആണ്. അഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ്. പിന്നെ ഒരു ചാർജിങ് കേബിൾ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോക്സിനകത്ത്. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ ടാബ്ലറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ റെഡ്മി പാഡ് 2. അപ്പോൾ ഇതൊരു 11-inch ടാബ്ലറ്റ് ആണ്. എന്നാൽ നല്ല കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്കൊരു മെറ്റൽ ചാസിയാണ് വരുന്നത്. എന്നാൽ മോൾ ഭാഗം ചെറിയൊരു പ്ലാസ്റ്റിക് ഫിനിഷ് ഉണ്ട്. കാരണം അത് ആന്റിന ബാൻഡ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു 8 MP റിയർ ക്യാമറയും 5 MP സെൽഫി ക്യാമറ ഇവിടെ കാണാം. പിന്നെ ക്വാഡ് സ്പീക്കേഴ്സ് ആണ്. ഇവിടെ നമുക്ക് 2 സ്പീക്കറാണ്. അതേപോലെ തന്നെ ഈ സൈഡിലും 2 സ്പീക്കറാണ് വരുന്നത്. പിന്നെ മുകൾ ഭാഗത്ത് നമുക്ക് സിം ട്രേ ഉണ്ട്, അതായത് 4G സിം കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വോളിയം കീസും മൈക്രോഫോൺസും ആണ് വരുന്നത്. താഴത്തെ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. പിന്നെ ഈ സൈഡിൽ നമുക്ക് USB Type-C പോർട്ടും ഒരു 3.5mm ഓഡിയോ ജാക്കും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് നമ്മുടെ റെഗുലർ ആയ 3.5mm ജാക്ക് വെച്ച് പാട്ട് കേൾക്കണമെങ്കിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് അവിടെ നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിന്റെ തിക്നെസ് പറഞ്ഞു വെച്ചാൽ അറൌണ്ട് 7.3mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 7.36 ആണ്. പിന്നെ വെയിറ്റ് നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം അറൌണ്ട് 500 grams സ്ലൈറ്റ്ലി എബോവ് 500 grams ആണ്. അപ്പോൾ നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നല്ല കയ്യിലൊക്കെ ഒതുങ്ങണ ഒരു ടാബ്ലറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് 2 കൈയും ഫുള്ളായിട്ട് യൂസ് ചെയ്യണമെന്നില്ല. എന്നാൽ 1-handed ആയിട്ട് നമുക്ക് ഹാൻഡ് പിടിക്കാം. കാരണം വെറും 500 grams വെയിറ്റ് ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ പിടിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ക്യാമറ മോഡിയുള്ള ഒരു ബ്ലാക്കിഷ് കളറാണ്. ഇവിടെ ചെറിയൊരു ഡ്യുവൽ ടോൺ ഫിനിഷ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റിന ബാൻഡ്സിന് വേണ്ടിയിട്ടുള്ള. പക്ഷേ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. നല്ലൊരു പ്രീമിയം ഫിനിഷ് ഉണ്ട്. ആക്ച്വലി നമ്മളിതൊരു ബഡ്ജറ്റ് ടാബ്ലറ്റ് ആണെന്ന് തോന്നില്ല, അത്രയ്ക്ക് നല്ലൊരു ഫിനിഷാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി നല്ല. ഇനി ഫ്രണ്ട് നമുക്ക് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ബെസൽസ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡിസ്പ്ലേ ബെസൽസ് ഇതാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ടാബ്ലറ്റ് എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ബെസൽസ് ആണ് തന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ നമുക്കൊരു 5 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ. ഇനി അടുത്ത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു 11-inch ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം മിനിമൽ ബെസൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ ഫീച്ചർ 2.5K ഡിസ്പ്ലേ ആണ്. അപ്പോൾ നല്ലൊരു റെസൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൾട്ടിമീഡിയ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോബ്ലം എനിക്കൊന്നും 120 കൊടുക്കാമായിരുന്നു. എഗെയിൻ അത് ഞാൻ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. കാരണം ടാബ്ലറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കൂടുതൽ മൾട്ടിമീഡിയ കാണുന്നതുകൊണ്ട് നമ്മൾ ടച്ച് യൂസേജ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. 90 Hz ആണ്. പിന്നെ അപ് ടു 600 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. അഗെയിൻ കുഴപ്പമില്ല. അത് ഈ സെഗ്മെന്റിന് അത്യാവശ്യമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് മൾട്ടിമീഡിയ ഒക്കെ കാണാൻ നല്ലതാണ്. കാരണം നല്ല റെസൊല്യൂഷനാണ്. IPS LCD പാനൽ ആണെങ്കിൽ പോലും കുഴപ്പമില്ല. നല്ല ഹൈ റെസൊല്യൂഷനാണ്. 2.5K റെസൊല്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ടച്ച് റെസ്പോൺസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല.
അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലേക്ക് പോകുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് ടിപ്പിക്കലി കിട്ടുന്ന HyperOS തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് സെറ്റിംഗ്സ് പാനൽ എടുത്തു കഴിഞ്ഞാൽ അബൌട്ട് ഡിവൈസ്, അബൌട്ട് ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം HyperOS, Xiaomi Redmi Pad 2 Wi-Fi plus cellular. നമ്മുടെ കയ്യിലുള്ള 8 256GB വേരിയൻ്റ് ആണ്, ആൻഡ്രോയിഡ് വേർഷൻ 15 ആണ്. അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. ഇവിടെ നമുക്ക് ഫീച്ചേഴ്സ് ഫോർ ടാബ്ലറ്റ് ആയിട്ട് ഫ്ലോട്ടിംഗ് വിൻഡോസ്, അതേപോലെ ഹൊറിസോണ്ടൽ ആപ്പ് ലേഔട്ട് ഒക്കെ കാണാം. അതേപോലെ ഷോമിൻ്റെ ഇന്റർ കണക്ടിവിറ്റി ഓപ്ഷൻസ് കാണാം നമുക്ക്, അതായത് വേറെ ഡിവൈസായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതേപോലെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. പേഴ്സണലൈസേഷൻ പോയി കഴിഞ്ഞാൽ HyperOS തീംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ സ്റ്റൈലസ് ആൻഡ് കീബോർഡ് സപ്പോർട്ട് ഉണ്ട്. കീബോർഡ് നമ്മുടെ കയ്യിലില്ല, എന്നാൽ സ്റ്റൈലസ് സപ്പോർട്ട് ഉണ്ട്. അതേപോലെ ഇതില്ലേ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, റൈറ്റ് ചെയ്യാം, സ്കെച്ച് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇതില്ലേ റൈറ്റിങ്ങിനുള്ള ഓപ്ഷൻസ് അല്ല സ്റ്റൈലസിൻ്റെ കോൺഫിഗറേഷൻ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് റെഗുലർലി നമ്മൾ HyperOSൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്, നല്ല സ്മൂത്ത് UI എക്സ്പീരിയൻസ് ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ഹീലിയോ G100 Ultra അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പക്ഷെ എനിക്ക് ഏക ഒരു ഇംപ്രൂവ്മെന്റ് ഏരിയ പ്രോബ്ലം ഒന്ന് 120 Hz റിഫ്രഷ് റേറ്റ് കൊടുക്കാമായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. HyperOS പ്ലസ് ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് പവർ ചെയ്തിരിക്കുന്നത് MediaTekന്റെ ഹീലിയോ G100 Ultra ചിപ്പാണ്. ഇതിനകത്ത് 3 വേരിയൻ്റ് ആണ് വരുന്നത്. വൈഫൈ ഓൺലി വേരിയൻ്റിനകത്ത് 4GB റാമും 120GB സ്റ്റോറേജ്. പിന്നെ വൈഫൈ പ്ലസ് സെല്ലുലാറിനകത്ത് 6GB റാമും 8GB റാമും ഉണ്ട്. സ്റ്റോറേജ് 128 256 കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് 8256 ആണ്. ഇത് വൈഫൈ പ്ലസ് സെല്ലുലാർ ആണ്. ഇനി നമ്മുടെ ഈ ഒരു 8GB റാം വേരിയന്റിന്റെ യൂസേജ് നോക്കിയിട്ട് എനിക്ക് ഒന്ന് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലെ ടാബ്ലറ്റിന് വേണ്ടി ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. HyperOSും അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ MediaTekന്റെ ഹീലിയോ G100 Ultra കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ പറയുകയാണെന്ന് വെച്ചാൽ ഏതാണ്ട് 4.5 to 4.5 ലക്ഷത്തിനിടയിൽ നിൽക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലേക്കുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണെന്ന് നമുക്ക് പറയാം. ഇത് 4G ചിപ്പാണ്, ഇത് 5G ചിപ്പല്ല. കാരണം ഇത് ടാബ്ലറ്റിന് നമുക്ക് 5Gൻ്റെ യൂസേജ് വരുന്നില്ല, ഇവിടെ 4G കണക്ടിവിറ്റി മാത്രമേ വരുന്നുള്ളൂ. 5Gൻ്റെ യൂസേജ് വരുന്നില്ല എന്നില്ല, കാരണം അത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പം ഇവിടെ നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യാം 4G കണക്ട് ചെയ്തിട്ട്. അപ്പോൾ പെർഫോമൻസ് നല്ലതാണ്, സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ MediaTek എന്താ പറയുക 100 Ultra കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന either 6GB or 8GB റാം എടുക്കുകയായിരിക്കും നല്ലത്. കാരണം വൈഫൈ ഓൺലി മോഡൽ 4GB റാം മാത്രമേ വരുന്നുള്ളൂ. അത് പ്രോബ്ലി ബേസിക് കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ സജഷൻ പറയുകയാണെന്ന് വെച്ചാൽ either 6 or 8GB എടുക്കുക. 8GB എടുത്താൽ 256GB സ്റ്റോറേജും കിട്ടും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 8GB വേരിയൻ്റ് ആണ്. അഗെയിൻ അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഓവറോൾ പെർഫോമൻസ് കുഴപ്പത്തില്ല. പിന്നെ സ്പീക്കർ എക്സ്പീരിയൻസ് അത് നല്ല അടിപൊളിയാണ്. കാരണം ക്വാഡ് സ്പീക്കേഴ്സ്, ഡോൾബി അറ്റ്മോസ് സൗണ്ട് ഉണ്ട്. അപ്പോൾ അടിപൊളി സൗണ്ട് എക്സ്പീരിയൻസ് ആണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിൽ ക്വാഡ് സ്പീക്കർ, ഡോൾബി അറ്റ്മോസ് ഒക്കെ നമ്മൾ ഒരുപാടൊന്നും കാണാറില്ല. പക്ഷെ നല്ല ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൾട്ടിമീഡിയ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൾട്ടിമീഡിയ ഒക്കെ കാണാൻ നല്ലൊരു അടിപൊളി ടാബ്ലറ്റ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ക്വാഡ് സ്പീക്കേഴ്സും നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറാസിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസിക് എക്സ്പീരിയൻസ് ആണല്ലോ. ടാബ്ലറ്റ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യില്ല. 8 MP ക്യാമറ, ഫ്രണ്ടിൽ 5 MP ബേസിക് ക്യാമറ, രണ്ടിലും 1080p റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കോൾസ് ഒക്കെ എടുക്കാൻ കുഴപ്പമില്ല. പിന്നെ കാഷ്വൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാന്നുള്ളൂ. വളരെ ബേസിക് ക്യാമറ എക്സ്പീരിയൻസേ ഉള്ളൂ. അതിൽ വലിയ കാര്യമായ ഈവൻ പ്രീമിയം ടാബ്ലറ്റിൽ വരും ക്യാമറ എക്സ്പീരിയൻസ് വളരെ ആവറേജ് ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കേഷ് എക്സ്പീരിയൻസ് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഫുൾ HD റിയറിലും ഫ്രണ്ടിലും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി ഇട്ടേക്കാൻ ഞാൻ. നമ്മൾ ഫോട്ടോസ് ഒന്നും സാധാരണ എനിക്ക് ടാബ്ലറ്റിന് എടുക്കില്ല, എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിനകത്ത് വരുമ്പോൾ 9000 mAh ബാറ്ററിയാണ്. ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 15 watt ചാർജിങ്ങേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. അത് പ്രോബ്ലി ഒരു 33 watt ഒക്കെ കൊടുക്കാമായിരുന്നു. അഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ 15 watt ചാർജിങ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 9000 mAh ബാറ്ററി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ല ലാസ്റ്റ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അഗെയിൻ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിലും നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പരാതികളൊന്നുമില്ല. 9000 mAh ഒരു 11-inch ടാബ്ലറ്റിന് ഡെഫിനറ്റ്ലി ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഷോമി സ്മാർട്ട് പെൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 2 ബട്ടൺസ് ആണുള്ളത്. നമുക്ക് ഓപ്ഷൻസ് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇനി നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു പോരായ്മ എന്ന് വെച്ചാൽ ഇത് നമുക്കിവിടെ മുകളിലൊന്നും വെക്കാനുള്ള മാഗ്നറ്റിക് മെക്കാനിസം ഒന്നുമില്ല. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ട് ക്യാരി ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അത്യാവശ്യം ഡീസൻറ്റ് ലേറ്റൻസി ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന്
എഴുതി കാണിച്ചു തരാനില്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലേറ്റൻസി ആണ് ഇതിനകത്ത് കൊടുത്തത്. നമുക്ക് സ്കെച്ച് ചെയ്യാനൊക്കെയാണ് ഏറ്റവും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. നമുക്കിവിടെ ഡിഫറെൻറ്റ് പെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ സ്കെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു പെൻ ഇൻപുട്ട് ഇതിനകത്ത് ഒരു ആക്സസറി ആയിട്ട് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊരു ആക്സസറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കവറാണ്. ഇതുണ്ടല്ലേ സ്മാർട്ട് കവർ. ഇങ്ങനത്തെ നമുക്ക് കവർ നമ്മൾ ബുക്ക് പോലെ ഫോൾഡ് ചെയ്യാം, ഇങ്ങനെ തുറക്കാം. തുറക്കുമ്പോൾ തന്നെ ടാബ്ലറ്റ് ഓൺ ആവും. പിന്നെ ഇതിന് വേറെ പ്രത്യേകത വെച്ചാൽ നമുക്കിങ്ങനെ തിരിച്ച് ഒരു ഡെസ്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ ആയിട്ട്. നമുക്ക് ഡെസ്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ഇതുണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഡെസ്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ആക്സസറി ആയിട്ട് പിന്നെ നല്ലൊരു മെറ്റീരിയൽ ഫിനിഷ് ആയിട്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയ്ക്കുള്ള കട്ടൗട്ടും അങ്ങനത്തെ ബാക്കിയുള്ള കാര്യങ്ങളും തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നല്ല ഒരു ആക്സസറി ആയിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ റെഡ്മി പാഡ് 2 എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൈസിങ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വേർത്തി ടാബ്ലറ്റ് ആയിരിക്കും. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ റെഡ്മി അവരുടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പെൻ ഇൻപുട്ട് ആണെങ്കിലും കീബോർഡ് കവർ ആണെങ്കിലും ഒക്കെ തന്നെ ആക്സസിബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കെച്ചൊക്കെ ചെയ്യണമെങ്കിലൊക്കെ പെൻ ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പിന്നെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഹൈപ്പർ OS, അതേപോലെ തന്നെ Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ 2.5K ഡിസ്പ്ലേ ഉണ്ട്. ക്വാഡ് സ്പീക്കേഴ്സ് ഉണ്ട്. നല്ലൊരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. അടിപൊളി ബാറ്ററി ലൈഫ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ബഡ്ജറ്റ് ടാബ്ലറ്റ് നിലയിലേക്ക് ഡെഫിനറ്റ്ലി ഒരു വേർത്തി ടാബ്ലറ്റ് എന്ന് പറയാം. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് പറയാനുള്ളത്. ഒരു അടിപൊളി ടാബ്ലറ്റ് ആണ് ബഡ്ജറ്റ് സെഗ്മെന്റിൽ. എന്നാൽ വലിയ കോംപ്രമൈസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു നല്ല ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി പാഡ് 2ന്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.